ലോക ഭൂപടത്തിൽ പുതിയൊരു സൈനിക രേഖ വരയ്ക്കപ്പെടുകയാണ്. നാറ്റോ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അമേരിക്കയുടെ യൂറോപ്പിന്റെയൊക്കെ കരുത്താണ് അല്ലേ? എന്നാൽ ഏഷ്യയുടെ മണ്ണിൽ മറ്റൊരു നാറ്റോ പിറവിയെടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വെറും ഒരു സൗഹൃദ കൂട്ടായ്മയായി കാണരുത്. തുർക്കിയുടെ സൈനിക സാങ്കേതിക വിദ്യയും സൗദി അറേബ്യയുടെ പണക്കിലുക്കവും പാകിസ്ഥാന്റെ ആണവായുധങ്ങളും കൈകോർക്കുന്ന ഒരു ഇസ്ലാമിക് നാറ്റോയാണ് വരാൻ പോകുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര വാർത്തയല്ല. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു. അന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു. ഇന്ന് ആ ബന്ധം ഒരു ഔദ്യോഗിക പ്രതിരോധ സഖ്യത്തിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ ഒരു ടു ഫ്രണ്ട് വാർ സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്. കശ്മീർ വിഷയത്തിൽ ഈ സഖ്യം ഇടപെടാൻ സാധ്യതയുമുണ്ട്. ഭാരതം ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഈ പുതിയ സൈനിക സഖ്യത്തിന്റെ ഉള്ളറകളാണ്. ലളിതമായി പറഞ്ഞാൽ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എന്ന വ്യവസ്ഥയെ മാതൃകയാക്കിയുള്ള ഒരു നീക്കമാണ്. അതായത് സഖ്യത്തിലെ ഒരു അംഗരാജ്യത്തെ ആരെങ്കിലും തൊട്ടാൽ, ആക്രമിച്ചാൽ അതെല്ലാവരെയും ആക്രമിച്ചതിന് തുല്യമായി കണക്കാക്കി സംയുക്തമായി തിരിച്ചടിക്കും. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന തന്ത്രപരമായ പ്രതിരോധ കരാർ കൃത്യമായി ഇതാണ് ലക്ഷ്യമിടുന്നത്. ഇതിലേക്ക് തുർക്കി കൂടി എത്തുമ്പോൾ ചിത്രം മാറും. തുർക്കി വെറും ഒരു രാജ്യമല്ല, നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ്. സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ വിറപ്പിക്കുന്ന തുർക്കി ഇന്ന് ആ സഖ്യത്തിന്റെ ടെക്നോളജി ഹബായി മാറും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു സഖ്യം? ഖത്തറിലെ ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം അറബ് ലോകത്തെ ഞെട്ടിച്ചു. സ്വന്തം മണ്ണിൽ പോലും ആരും സുരക്ഷിതമല്ലെന്ന ബോധം ഗൾഫ് രാജ്യങ്ങളെ മാറി ചിന്തിപ്പിച്ചു. മേഖലയിൽ ഇസ്രയേലിന്റെ കടന്നുകയറ്റം തടയാൻ ഒരു സംയുക്ത സൈനിക ശക്തി വേണമെന്ന ഈജിപ്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൂർണ്ണ പിന്തുണ നൽകി. അങ്ങനെയാണ് ഹെക്സഗൺ സെക്യൂരിറ്റി ചലഞ്ച് എന്ന് വിശകലന വിദഗ്ധർ വിളിക്കുന്ന ഈ ഒരു ത്രിശക്തി സഖ്യം രൂപപ്പെട്ടത്. ഇതിൻ്റെ സാമ്പത്തികവും സൈനികവുമായി കൂട്ടുകെട്ട് നോക്കുമ്പോൾ സൗദിയുടെ പണം, തുർക്കിയുടെ ആയുധങ്ങൾ, പാകിസ്ഥാന്റെ ആണവായുധം, ഈ കോമ്പിനേഷൻ അപകടകരമാണ്. അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. പിന്നെ മറ്റൊന്ന് സൗദി. സഖ്യം ഔദ്യോഗികമാകുന്നതോടെ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്ക് തുർക്കിയുടെ സൈനിക പിന്തുണ പരസ്യമായി ലഭിച്ചേക്കാം. തുർക്കിയുടെ ബൈറക്തർ TB2 ഡ്രോണുകൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പോലും വെള്ളം കുടിപ്പിച്ചവയാണ്. ഇവ പാകിസ്ഥാൻ വൻതോതിൽ ഇറക്കുമതി ചെയ്തത് അതിർത്തിയിലെ സൈനിക സന്തുലിതാവസ്ഥ തെറ്റിച്ചേക്കാം. എന്നാൽ ഇന്ത്യ കൈയും കെട്ടി ഇരിക്കുമോ? അതില്ല, ഒരിക്കലുമില്ല. ഈ സൈനിക നീക്കങ്ങൾ തകർക്കാൻ ഭാരതം വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു. തുർക്കിയെ പ്രതിരോധിക്കാൻ അവരുടെ ശത്രുക്കളായ ഗ്രീസ്, സൈപ്രസ്, അർമേനിയ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രതിരോധ കരാറുകൾ ഒപ്പിട്ടു. അർമേനിയയ്ക്ക് ഇന്ത്യ നൽകുന്ന പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങൾ തുർക്കി പാക് സഖ്യത്തിനുള്ള വ്യക്തമായ മറുപടിയാണ്. മിഡിൽ ഈസ്റ്റ് മെഡിറ്ററേനിയൻ കോറിഡോർ, ഇസ്രയേൽ, ഇന്ത്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് പുതിയൊരു സുരക്ഷാ വലയം രൂപപ്പെടുത്തുകയാണ്. ഇത് അറബ് സൈനിക സഖ്യത്തിന് കൃത്യമായ പ്രതിരോധമാകും. സൗദി അറേബ്യ പാകിസ്ഥാന്റെ മിത്രമാണെങ്കിലും ഇന്ത്യയുമായി അവർക്കുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ബന്ധമാണ്. ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ ഉപേക്ഷിച്ച് പാകിസ്ഥാന് വേണ്ടി ഒരു യുദ്ധത്തിന് സൗദി മുതിരുമെന്ന് വെറും രാഷ്ട്രീയ മൗഢ്യമാണ്. ലോകക്രമം മാറുകയാണ്. ചൈനയെ പോലൊരു വൻ ശക്തിയെ ഹിമാലയൻ അതിർത്തിയിൽ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന ഭാരതത്തിന് ഈ ഇസ്ലാമിക് നാറ്റോ എന്നതൊരു വെല്ലുവിളിയേ അല്ല. കാരണം ഇന്ത്യ ഇന്ന് ആയുധം വാങ്ങുന്ന രാജ്യം മാത്രമല്ല, ആയുധം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ്. നമ്മുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് ഉണ്ട്. നമ്മുടെ സേനയ്ക്ക് ഏത് ഉയരത്തിലുള്ള യുദ്ധഭൂമിയിലും പോരടി ജയിച്ച പാരമ്പര്യമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും: പ്രതിസന്ധികളാണ് ഇന്ത്യയുടെ കരുത്ത് എപ്പോഴും വർദ്ധിപ്പിച്ചിട്ടുള്ളത്.